വരിക. എടാ ഇവിടെ ലിക്കർ ഇട്ടൂടാ? ഇല്ല സാറേ. ഓ എടാ ഇതെന്തൊരു ഹോട്ടലാടാ? ഈ മകരമാസത്തില് മരം കോച്ചുന്ന തണുപ്പില് മൂന്നാർ വന്ന് താമസിക്കുന്നവർക്ക് ഇതൊക്കെ കരുതി വെക്കണ്ടേ? ഇവിടെ ബാർ ലൈസൻസ് കിട്ടിയിട്ടില്ലല്ലോ സാർ. എടോ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണ്ടേ? ഇവിടെ ഫുഡ് കഴിച്ച് പോത്ത് പോലെ കിടന്ന് ഉറങ്ങാനാണോ ഞാൻ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നത്? എടാ രണ്ടെണ്ണം വിട്ടിട്ട് മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനല്ലടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ എന്തിനാ സാർ എന്നോട് പറയുന്നത്? പിന്നെ ഞാനിതൊക്കെ ആരോടെങ്കിലും പറയണ്ടേ? എടാ നീയൊക്കെ ഈ നാവിന്റെ അടിയിൽ ഓരോന്ന് തിരുമാറുണ്ടല്ലോ. എടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? അതൊന്നും ഞാൻ ഉപയോഗിക്കില്ല സാറേ. എന്തോടാ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാറേ. എടാ മോനെ ഇവിടെ അടുത്ത് എവിടെയാടാ ലിക്കർ ഷോപ്പ് ഉള്ളത്? കുറച്ചു ദൂരം പോണം സാറേ. അവിടുന്ന് പുറപ്പെട്ടപ്പോ ഒരു കുപ്പി മാത്രമേ ഞാൻ കൈ കരുതിയുള്ളൂ. ഒരു 4 എണ്ണമെങ്കിലും കരുതേണ്ടായിരുന്നു. എങ്കിലും എനിക്കിങ്ങനെ നിന്റെ ഒന്നും എടുത്ത് ഇറക്കേണ്ട കാര്യമില്ലേ? അതില്ലായിരുന്നു. എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായി പോലോ. ഞാൻ പോയിക്കോട്ടെ സാറേ. നീ അങ്ങ് പോ. എന്താ സാറേ? എടാ ഇവിടെ മദ്യം കഴിക്കുന്നവരാരെങ്കിലും കാണുമല്ലോ. എടാ അവിടെ ഇരുന്നേ എനിക്കൊരു 2-3 പെഗ് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? എടാ എടാ ഒരു ഫുള്ളിന്റെ പൈസ തരാടാ. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. എനിക്കറിയില്ല സാറേ. നിനക്കറിയില്ല? എടാ ഇതെങ്ങനെ എന്റെ ഹോട്ടലായിരുന്നെങ്കിലുണ്ടല്ലോ, നിന്നെ പോലുള്ള മരം ഞാൻ എപ്പോ ഇവിടുന്ന് പറഞ്ഞ് അയച്ചോന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. കള്ളൂല്ല. പോടാ. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. എത്രയും പെട്ടെന്ന് സാധനം സെറ്റ് ചെയ്യണം. ഏയ് ഇങ്ങനെയുള്ളവർക്ക് റൂം കൊടുക്കരുത് ജിയും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഇങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. മുഴുക്കുടിയനാ. അയാൾ വരുന്നുണ്ട് സാർ. എന്താടോ ഇത്? VIP-കളൊക്കെ താമസിക്കാൻ വരുമ്പോ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെക്കണ്ടേ? ഫുഡൊക്കെ റെഡിയാണ് സർ. കളിയാക്കല്ലേ. ദൈവം വന്ന് കാര്യം പറഞ്ഞാണല്ലോ. ഇവിടെ ലിക്വർ സപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് സർ. അത് ഞങ്ങളുടെ നിയമാവലിയിലും ഉണ്ട്. പിന്നെ ഒരു നിയമാവലി? എടാ ഞാൻ വിചാരിച്ചോണ്ടല്ലോ തന്റെ ഈ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണ് സർ. സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ GM-നോട് പറയുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ പറഞ്ഞോളാം. മൂന്നാറിലെ തണുപ്പത്ത് വിനോദസഞ്ചാരികൾ വരുമ്പോ എടോ അവരുടെ തണുപ്പ് അകറ്റാൻ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാത്ത ഈ ഹോട്ടലുണ്ടല്ലോ പൂട്ടി കെട്ടണം. ഇനിയിപ്പോഴേ എനിക്ക് വേണ്ടത് ഞാൻ സ്റ്റോക്ക് ചെയ്തോളാം. എപ്പോഴെപ്പോഴും പോയി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. വലിയ ഉപകാരം കേട്ടോ.